ഇന്ന് നമ്മൾ ഇരുമ്പിൽ ചെയ്തിരിക്കുന്ന ഒരു ഡോറിൽ തേക്കിൻ്റെ ഒരു കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഡിസൈൻ കൊടുക്കുന്ന സമയത്ത് ഇതിന് പാനൽ പോലെയാണ് ഇതിൻ്റെ ഡിസൈൻ കിടക്കുന്നത്, ഒരു ഹൊറിസോണ്ടൽ ടൈപ്പിൽ കിടക്കുന്ന പാനൽ. അപ്പോൾ ഈ പലകയിൽ നമ്മൾ ഡിസൈൻ കൊടുക്കുന്ന സമയത്ത് ഒരുപാട് ഡിസൈൻ വരച്ച് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഓവർ ഡിസൈനായി പോകും, കാരണം ചെറിയ ചെറിയ പലകകൾ പോലെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിലൊരു കളർ ഷെയ്ഡുകളൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്കൊന്നുകൂടെ നാച്ചുറാലിറ്റി കിട്ടുകയും ചെയ്യും, നമ്മുടെ വർക്ക് കുറച്ചുകൂടെ സ്പീഡായിട്ട് തീരുകയും ചെയ്യും. അതല്ലെങ്കിൽ ഈ ഓരോ പലകയിലും നമ്മൾ ഭയങ്കരമായിട്ടുള്ള ഡിസൈനുകളൊക്കെ വരയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ കുറേ സമയമെടുക്കും, അതുപോലെ തന്നെ ചിലപ്പോൾ അത് ഓവർ ഡിസൈനായിട്ടും വരും. അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള ഡിസൈൻ കൊടുത്തിട്ട് കളർ വേരിയേഷൻസ് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് എനാമൽ പെയിൻ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ടീക്ക് സ്പെഷ്യൽ പെയിൻ്റാണ് അടിച്ചിരിക്കുന്നത്. അത് ഏത് കമ്പനിയുടെ ഏത് പെയിൻറ്റ് വേണമെങ്കിലും നമുക്ക് അടിക്കാം. ഡൂറത്തിൻ്റെ അടിക്കാം, എനാമൽ അടിക്കാം, NC പെയിൻ്റ് അടിക്കാം, ഏതും അടിക്കാം. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്ലിയറുകളും നമ്മൾ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ടർപ്പൻ്റ് ബേസ്ഡ് പെയിൻറ്റുകളാണെങ്കിൽ ടർപ്പൻ്റ് ബേസ്ഡ് ക്ലിയറുകൾ അടിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ വരയ്ക്കുന്നത് നമ്മൾ എനാമൽ ബ്രൗണ് അതുപോലെ ബ്ലാക്ക് ചേർത്തിട്ടാണ്. പിന്നെ നമുക്ക് കളർ വേരിയേഷൻസ് വേണം എന്നുണ്ടെങ്കിൽ ഗോൾഡൻ ബ്രൗൺ അതല്ലെങ്കിൽ റെഡ്, യെല്ലോ അങ്ങനെയുള്ള കളറുകളൊക്കെ മിക്സ് ചെയ്തിട്ട് സെപ്പറേറ്റ് കളറുകൾ ഉണ്ടാക്കിയിട്ട് ചില ഭാഗങ്ങളിലൊക്കെ കളർ വേരിയേഷനിൽ കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരുപാട് പാനലൊക്കെ പോലെ വരുന്നത് ഭംഗിയുണ്ടാവും.